ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം ഇൻഡെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിഫ്റ്റി ഇന്ന് പോസിറ്റീവ് ക്യാൻഡിൽ ലാസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ചാനൽ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. തുടർന്ന് ഒരു പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യത, കയറാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. 24,000 നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 195 പോയിന്റ്സ് ആണ് സെൻസസ് കയറിയത്. നിഫ്റ്റി 22,000 വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പയറി ഡേ ആണ് ഇന്ന്. ആൻഡ് PSE മിഡ് ക്യാപ്പ് 1% ഗെയിൻ ചെയ്തിട്ടുണ്ട്, സ്മോൾ ക്യാപ്പ് 0.5% ഗെയിൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നല്ലൊരു റിക്കവറിയാണ്. 46,120 റേഞ്ചിൽ ക്ലോസ് ആയിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് അദാനി എൻ്റർപ്രൈസസും ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് അപ്പോളോ ഹോസ്പിറ്റൽ. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കും, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറുമാകുന്നു. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ് ക്യാൻഫിൻ ഹോംസ്. ഈവൻ ദോ സൈഡ് വേസിൽ പോകുന്നുണ്ടെങ്കിലും ഇത് കയറാനുള്ള സാധ്യതയുണ്ട്. 774 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 883 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 15% ഉയരാൻ സാധ്യതയുണ്ട്. സോ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാൻ, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഫണ്ടമെൻ്റലി വാല്യുവേഷൻ ഇതെല്ലാം സ്ട്രോങ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ആൻഡ് സെക്ടറിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഇതെല്ലാം ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് പറയുന്നുണ്ട് 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. സോ അതിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ആവുന്നതായിരിക്കും. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് IRB ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, IRB ഇൻഫ്രാസ്ട്രക്ചർ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഉടൻ തന്നെ ഈ ഒരു ഞാൻ പറയുന്ന ടാർഗറ്റ് ഒന്നും വരുത്തുന്നുമില്ല. സോ സൈഡ് വേസിൽ പോയി ചിലപ്പോൾ ഡൗണിൽ പോയിട്ട് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. 94 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 50% ഉയരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതൊരു സ്ലോ മൂവ്മെൻറ്റ് സ്റ്റോക്കാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ടാർഗറ്റ് വരത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് APL അപ്പോളോ ട്യൂബ്സ്. ഓക്കെ, 1,548 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2,077 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 34% ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ വെൽസൺ ലിവിങ് 155 റുപ്പീസ്, 200 റുപ്പീസിന് താഴെ നല്ല ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പറയാം. ഇതിൽ ടെക്സ്റ്റൈൽ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ട്രേഡൻറ്റിന് താഴെ സെക്കൻഡ് പ്ലേസിൽ വരുന്ന ലീഡിംഗ് ആയിട്ട് നല്ല ഒരു ഗ്രോയിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. FI ഹോൾഡിങ്സ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത് 2.59% കയറിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 194, 27% വരെ കയറാൻ സാധ്യതയുണ്ട്. 194 to 197 ആ ഒരു റേഞ്ച് വരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ KPIL കൽപ്പതാരു പ്രോജക്ട്സ് ഇൻ്റർനാഷണൽ. സോ 966 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സെക്കൻഡ് പ്ലേസിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 966 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1,140 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ 1,022 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1,140 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 18% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ ധർമാക്സ് 3,637 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, ധർമാസിൻ്റെ സെക്ടർ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ്, നോൺ ഇലക്ട്രിക്കൽ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. സോ നെക്സ്റ്റ് കറക്ഷൻ ടൈമാണെന്ന് പറയാം. സോ ഈ ഒരു സ്റ്റോക്കിന് നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4,096, 50 പോയിൻറ്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. 12% ആണ് കയറാൻ സാധ്യതയുള്ളത്. 4,096 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 830 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്.
സോ നെക്സ്റ്റ് ടാർഗറ്റ് 836 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1080 വരെ പോകാൻ സാധ്യതയുണ്ട്. 30% ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ലോജിസ്റ്റിക്സ് സെക്ടറിൽ 4ാമത്തെ പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോത്ത് തരാൻ സാധ്യതയുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് AIA എഞ്ചിനീയറിംഗ്. ഇതൊക്കെ സ്ലോ മൂവ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ ഈ പറയുന്ന ടാർഗറ്റ് 2 weeks to 1 month തീർച്ചയായിട്ടും ടൈം ഫ്രെയിം ആ ഒരു 1 month ആയേക്കാം. സോ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാകും, അല്ലാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. 4909 അത്രയും വലിയൊരു ടാർഗറ്റാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാലും 4000 ആദ്യം 3700 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് അത്രയും വലിയൊരു ടാർഗറ്റൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ ഒരു 8 സ്റ്റോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഡെയിലി നമ്മൾ കോൾസ് നൽകുന്നുണ്ട്, ലൈവ് കോൾസ്. പിൻട്രാഡേ ഇതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെയൊക്കെ. അപ്പോൾ അത് മറക്കാതെ ചെക്ക് ചെയ്യുക. അതിൽ ഒത്തിരി പേർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലരും കമൻസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടിപ്സാണ് നൽകുന്നത്. അപ്പോൾ ടെലഗ്രാം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് വർക്കാവുന്നില്ലെങ്കിലും ടെലഗ്രാമിൽ പോയിട്ട് മലയാളം ഷെയർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അതുപോലെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടും ചാർട്ട് പാറ്റേൺസിനെ കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് ടേംസ്, പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.